മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് ഈമാനിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അത്തരം ആയത്തുകളും ഹദീസുകളും ഓതി പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി. ലോകത്തുള്ള മുഴുവൻ ആളുകളെക്കാളും വാപ്പനെക്കാളും ഉമ്മനെക്കാളും ഒക്കെ റസൂലുള്ളാഹിനെ സ്നേഹിക്കാതെ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. യുഹ്ബിബുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്ന. അല്ലാഹു മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, എൻ്റെ ചര്യകളെ ആരെങ്കിലും പിൻപറ്റിയാൽ അവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താ അറിയോ, തീവ്രവാദികളെ കണ്ടെത്താനുള്ള അടയാളങ്ങളെക്കുറിച്ച് പുതിയതായി വന്ന നിയമവലിയിൽ എന്താ ഉള്ളത്? കാര്യങ്ങൾ താടി വെച്ചവൻ എന്താണ് തീവ്രവാദിയാണെന്നാണ്. അപ്പോൾ നല്ലൊരു താടി വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്തുള്ള ആ സമൃദ്ധമായ ഒരു താടി റസൂലിനെ സ്നേഹിച്ചിട്ട് നമ്മുടെ മുഖത്ത് കൊണ്ടുകിടക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. എന്ത് കാര്യം, ഒരു ശരിയായ ഒരു ഹിജാബ് ധരിച്ച് ഒരു സഹോദരി ഓഫീസിലേക്ക് പോവുക, സ്കൂളിലേക്ക് പോവുക, കോളേജിലേക്ക് പോവുക, യാത്ര ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് പലപ്പോഴും എന്ത് ചെയ്യും, അപരിഷ്കൃതമായ ഒരു കാര്യമായി, പുരോഗമനമില്ലാത്ത കാര്യമായി, ആറാം നാട്ടിൻ്റെ കാര്യമായി ആളുകൾ നോക്കിച്ചിരിക്കുമ്പോൾ ആ പരിഹാസച്ചിരിയെ നേരിടാൻ തൻ്റെ ഹിജാബ്, അത് ശരിക്കും കയ്യിൽ വസ്ത്രം തൻ്റെ മുൻകൈ വരെ എത്തിക്കാൻ, ഒരു 3/4 അല്ല, അതുവരെ എത്തിച്ച് മാറത്തേക്ക് തൂക്കിയിട്ട് മുഖവും മുൻകൈയും അല്ലാത്തതൊക്കെ മറച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് കുറച്ചൊരു ത്യാഗമുണ്ട്. ആ ത്യാഗങ്ങളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം. രാത്രി എഴുന്നേറ്റിട്ട് ഒരു വിത്ത് നിസ്കരിക്കാറിനാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇസ്ലാമികമായ ഒരു തെരിയാണിക്ക് മുകളിൽ കുറച്ച് വസ്ത്രം പൊന്തിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതേതാടാ മുറിയൻ പാൻറ് എന്ന ആൾക്കാർ ചോദിച്ചൊന്ന് പരിഹസിച്ചിരിക്കും. ഇതിനൊക്കെ അതിജീവിക്കാൻ കഴിയുമ്പോഴാണ് ശരിക്കുള്ള പ്രവാചകനോടുള്ള സ്നേഹം. സുഹൃത്തുക്കളെ, കുലാവി കുടിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണത്തിൽ പങ്കുചേരാനോ ഒരു ജാതിയിൽ നിന്നിട്ടൊന്ന് ജയ് വിളിക്കാനോ അതൊന്നും വലിയ ത്യാഗമുള്ള കാര്യങ്ങളല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകകളെ ശരിയായി പിൻപറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ പ്രവാചകനെ ആളുകൾ തെറ്റായ രൂപത്തിൽ ഓർക്കുമ്പോൾ നാം ശരിയായ രൂപത്തിൽ പ്രവാചകനെ ഓർമ്മിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ്? കുറച്ചും കൂടെ കാണിച്ചത് പള്ളിയിൽ പോയി നിസ്കരിക്കാനും, അതിന് മുമ്പുള്ള സുന്നത്തുകൾ നിസ്കരിക്കാനും, ബാത്റൂമിൽ കയറുമ്പോഴും പള്ളിയിൽ കയറുമ്പോഴൊക്കെയുള്ള പ്രാർത്ഥന ഒന്ന് കാണാതെ പഠിക്കാനും, രാവിലെയും വൈകാരിയുള്ള അധികാറുകളൊക്കെ ഒന്ന് ചെല്ലാനും ഒക്കെയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണ് പ്രവാചക സ്നേഹം. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് പ്രവാചകന്റെ കൂടെ തന്നെ മുറാഫഖത്തി, പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഇരിക്കാൻ കഴിയുമെന്നാണ് നബി പഠിപ്പിച്ചത്. അത്തരം സൗഭാഗ്യം ലഭിക്കുന്നവരെ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.